ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എന്താണെന്നറിയാമോ? നല്ല ഒരു മുട്ട പഫ്സ്. മുട്ട പഫ്സ് ഇഷ്ടമല്ലാത്തത് ആർക്കല്ലേ? വളരെ വളരെ ഈസി ആയിട്ട് സമോസ ഷീറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഒരു മുട്ട പഫ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിലും വളരെ ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ് പുറം ഭാഗം, മസാലയ്ക്കൊക്കെ നല്ല ടേസ്റ്റുമാണേ. നമുക്ക് അതിനുള്ള മസാല ആദ്യം തയ്യാറാക്കാമേ. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഈ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ കൊത്തി എരിഞ്ഞ ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള സവോളയുള്ളിയും ഒരു 1/2 ടീസ്പൂൺ ഇത് വഴറ്റാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും സാമാന്യം വലിപ്പത്തിലുള്ള ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർക്കണേ. ഇപ്പം ഇതേണ്ട ഇഞ്ചി ചതച്ചത് ചേർത്തു, ഇത് വെളുത്തുള്ളി ചതച്ചതുമാണ്. ഇനി നമുക്കെടുത്ത് റെഡിയാക്കി വെക്കേണ്ടത് ഒരു 3 സാമാന്യം വലിപ്പമുള്ള എരിവുള്ള പച്ചമുളക് സ്വല്പം വലുതായിട്ട് ഒന്ന് മുറിച്ച് റെഡിയാക്കി വെക്കണം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. ഇപ്പം ഞാൻ പച്ചമുളക് ചേർത്തു. ഇപ്പം ചേർത്തത് 2 തണ്ട് കറിവേപ്പില വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഓരോ സമയത്ത് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഹൈപ്പ് ചെയ്യുകയും കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷം. ഇപ്പം നമ്മുടെ സവാളയുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യം ചേർക്കുന്നത് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെയാണ്. ഗരം മസാല നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ എഗ് മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1/2 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഈ പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ പൊടികൾ ചേർക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം മല്ലിപ്പൊടി കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തു. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു. ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ഫ്ലെയിമിലേ നിങ്ങൾ വഴറ്റാവുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതെല്ലാം കൂടെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു കാര്യം കൊണ്ട് നമുക്കതിനകത്ത് ചേർക്കാനുണ്ട്. 2 കാര്യം കൊണ്ട് ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ ചേർക്കണം. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. ഇപ്പം ഞാൻ ആ പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു സ്ലറി ഉണ്ടാക്കണേ. 4 പുഴുങ്ങിയ മുട്ട, അതായത് 8 മുട്ട പഫ്സ് ഉണ്ടാക്കാനുള്ള പരുവത്തിനുള്ള എഗ് മസാലയുടെ റെസിപ്പിയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ 8ൻ്റെ നേരെ ഇരട്ടി സമോസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു എഗ് പഫ് ഉണ്ടാക്കാനായിട്ട് 2 എണ്ണമാണ് വേണ്ടത്. 2 സമോസ ഷീറ്റാണ് വേണ്ടത്. ദേ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചു, പ്ലസ് സൈൻ വെച്ചിട്ട് അതിന് നടുക്കോട്ട് മസാല വെച്ചു. അതിന് മുകളിൽ മുട്ട വെച്ചിട്ട് ആദ്യത്തെ ആ മടക്ക മുട്ടയുടെ മുകളിലോട്ട് വെക്കുമ്പോൾ അതിൽ മാവ് തേക്കണമെന്നില്ല. പക്ഷേ ബാക്കി 3 അറ്റത്തും ആ ഷീറ്റിൻ്റെ അറ്റത്തും മാവ് നല്ലോണം തേച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മടക്കിയാൽ മതി. ഏറ്റവും അടിയിലിരിക്കുന്നതാണ് ആദ്യം മടക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാല വെച്ച് മുട്ടയും വെച്ചിരിക്കുന്നില്ലേ ആ ഒരു ഷീറ്റിൻ്റെ അറ്റം മടക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ എഗ് പഫ്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എഗ് പഫിൻ്റെ ആ അകംഭാഗമൊന്നും അങ്ങോട്ട് വേവത്തില്ല. ആ എഗ് പഫിൻ്റെ അകമൊന്നും ശരിക്കും അങ്ങോട്ട് വെന്തിട്ടുണ്ടാവുകയില്ല. അകത്തെ ലെയറൊക്കെ മാവ് പോലെ ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഒരു ഇച്ചിരി തണുത്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മാവിൻ്റെ ടേസ്റ്റുമായിരിക്കും. അത് തന്നെയല്ല, അതൊരു ഇച്ചിരി കടിച്ചിങ്ങനെ എടുക്കാനും ഇച്ചിരി കട്ടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രിസ്പാണ് കേട്ടോ. പുറത്തെ ആ ഒരു മാവിൻ്റെ ടേസ്റ്റ് നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യത്തില്ല, എന്നാൽ ആവശ്യത്തിനൊട്ടുണ്ട് തന്നെ. പിന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്യുമ്പോൾ തീരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യല്ലേ, ഇത് പെട്ടെന്ന് അങ്ങാവും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വെജിറ്റേറിയൻസിനാണ് പഫ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഒക്കെ വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ പഫും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. അല്ല ചിക്കനോ ബീഫോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് പഫ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളേ. വീട്ടിൽ എയർ ഫ്രയർ ഉള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഇതിൻ്റെ പുറത്ത് 2 സൈഡും എണ്ണയൊന്ന് സ്പ്രേ ചെയ്തിട്ട് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം എണ്ണയാവാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള മുട്ട പഫ്സ് കഴിക്കാവുന്നതേ ഉള്ളൂ. അധികം താമസിക്കാതെ ഞാൻ എയർ ഫ്രയർ റെസിപ്പീസ് ഞാൻ കാണിച്ചു തുടങ്ങാമേ. എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ കാണാനായിട്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിൽ ആരോഗ്യകരവുമാണ് ടേസ്റ്റുമാണ്.
നിങ്ങളെ ഒരെണ്ണം മുറിച്ചും കൂടെ കാണിക്കാമേ. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എന്നെ ഒന്ന് അറിയിക്കുകയും വേണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്